കെ ശശീന്ദ്രനെ മാറ്റി തോമസ് കെ തോമസ് മന്ത്രിയായേക്കും. ദേശീയ നേതൃത്വവുമായി നടന്ന ചർച്ച പോസിറ്റീവാണെന്ന് തോമസ് കെ തോമസ് പറഞ്ഞു. എന്നാൽ തീരുമാനം ദേശീയ നേതൃത്വത്തിന് വിട്ടുവെന്ന് മന്ത്രി കെ ശശീന്ദ്രൻ പറയുന്നു. ശ്രീജിത്ത് വിവരങ്ങളുമായി. ശ്രീജിത്ത്, എന്താണ് ഇപ്പോൾ അറിയാനാകുന്നത്? മന്ത്രി മാറുമോ? സ്മൃതി, മന്ത്രി കെ ശശീന്ദ്രൻ മാറി തോമസ് കെ തോമസ് NCPയുടെ പ്രതിനിധിയായി മന്ത്രിയാകും എന്ന തരത്തിലുള്ള വിവരങ്ങളാണിപ്പോൾ മഹാരാഷ്ട്രയിലെ മുംബൈയിൽ നടന്ന ചർച്ചയിൽ നിന്ന് പുറത്തു വരുന്നത്. രാവിലെ 11:30 മുതൽ ഏതാണ്ട് 2 മണിക്കൂർ നേരമാണ് ശരത് പവാർ കേരള നേതാക്കളുമായി ചർച്ച നടത്തിയത്. ഈ ചർച്ചയിൽ സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ, മന്ത്രി കെ ശശീന്ദ്രൻ, തോമസ് കെ തോമസ് MLA എന്നിവരാണ് പങ്കെടുത്തത്. ഈ മന്ത്രിസ്ഥാനത്തിൻ്റെ വീതമെപ്പിൻ്റെ കാര്യത്തിൽ നേരത്തെ ധാരണയുണ്ടായിരുന്നു എന്ന കാര്യം ശരത് പവാറിനെ തോമസ് കെ തോമസ് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. അക്കാര്യം പവാർ കൂടി അംഗീകരിച്ചു. തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാൻ അനുകൂലമായ നിലപാട് പവാർ സ്വീകരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ തോമസ് കെ തോമസ് വിഭാഗം പറയുന്നത്. ചർച്ച പോസിറ്റീവാണ് എന്ന അറിയിപ്പാണ് അദ്ദേഹത്തിൻ്റെ അനുയായികൾക്ക് നൽകിയിരിക്കുന്നത്. എന്നാൽ മന്ത്രിസ്ഥാനം സംബന്ധിച്ച തീരുമാനമൊന്നും ആയിട്ടില്ല. അന്തിമ തീരുമാനം ദേശീയ നേതൃത്വത്തിന് വിട്ടു എന്നാണ് കെ ശശീന്ദ്രൻ നമ്മളോട് പ്രതികരിച്ചത്. ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചപ്പോഴും അദ്ദേഹം ഈ മറുപടിയാണ് നൽകിയത്. എന്തായാലും സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. സംസ്ഥാനത്തെ മുന്നണി നേതൃത്വവുമായി സംസാരിച്ച് മന്ത്രിസ്ഥാനത്തിൻ്റെ കാര്യത്തിൽ ധാരണയിലെത്താൻ ചാക്കോയെ തന്നെ പവാർ ചുമതലപ്പെടുത്തിയേക്കുമെന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും മന്ത്രിസ്ഥാനം സംബന്ധിച്ച് കത്ത് നൽകേണ്ടത് ദേശീയ അധ്യക്ഷനായ ശരത് പവാറാണ്. ശരത് പവാറിൻ്റെ കത്ത് നൽകിയാൽ മാത്രമേ മുന്നണി നേതൃത്വം ശശീന്ദ്രനെ മാറ്റി തോമസ് കെ തോമസിനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുന്ന കാര്യത്തിലുള്ള നടപടികളിലേക്ക് കടക്കുകയുള്ളൂ. അതാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. എന്തായാലും സംസ്ഥാനത്തെ മുന്നണി നേതൃത്വത്തെ തീരുമാനം അറിയിച്ച് ഈ കാര്യങ്ങൾ നടപ്പിലാക്കിയെടുക്കേണ്ട ഉത്തരവാദിത്തം PC ചാക്കോയ്ക്ക് നൽകിയേക്കും. 2 ദിവസത്തിനകം പവാറിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ശശീന്ദ്രൻ ഈ തീരുമാനത്തിന് വഴങ്ങി എന്നാണോ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത് ശ്രീജിത്ത്? അങ്ങനെയെങ്കിൽ പകരം ശശീന്ദ്രൻ എന്താണ് കിട്ടുക? കെ ശശീന്ദ്രനോട് ഈ കാര്യത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ തൻ്റെ നിലപാടെല്ലാം പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം നൽകിയ മറുപടി. അതായത് മന്ത്രിസ്ഥാനത്ത് മാറ്റുകയാണെങ്കിൽ അദ്ദേഹം സംസ്ഥാന അധ്യക്ഷ പദവിയോ അല്ലെങ്കിൽ PC ചാക്കോ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുകയോ ചെയ്യണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെക്കാൻ തീരുമാനിച്ചിരുന്നു. അങ്ങനെ ഒരു നിലപാടുമായിട്ടാണ് ശശീന്ദ്രൻ ഇന്നലെ മുംബൈക്ക് കൊച്ചിയിൽ നിന്ന് യാത്ര തിരിച്ചത്. ആ നിലപാട് തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ, തൻ്റെ നിലപാട് എന്താണെന്ന കാര്യം ദേശീയ അധ്യക്ഷനെ വ്യക്തമായി ബോധ്യപ്പെടുത്തി എന്നും ശശീന്ദ്രൻ നമ്മളോട് പ്രതികരിച്ചിട്ടുണ്ട്. എന്തായാലും അതെന്താണ് എന്ന കാര്യം വ്യക്തമാക്കാൻ ഈ ഘട്ടത്തിൽ തയ്യാറായില്ല. എന്തായാലും മന്ത്രിസ്ഥാനം വീതമെപ്പുമായി സംബന്ധിച്ച് ദേശീയ നേതൃത്വം അന്തിമ തീരുമാനമെടുക്കുമെന്ന പ്രതികരണമാണ് ശശീന്ദ്രൻ നൽകുന്നത്. നേരത്തെ PC ചാക്കോയും കെ ശശീന്ദ്രനും ഒരുമിച്ചാണ് നീങ്ങിയിരുന്നത്. ഇവർക്കിടയിലുള്ള ബന്ധം അടുത്ത കാലത്ത് ശിഥിലമായി. അതേ തുടർന്നാണ് മന്ത്രിസ്ഥാനം മാറ്റം വീണ്ടും സജീവ ചർച്ചാ വിഷയമായും തോമസ് കെ തോമസിൻ്റെ പേര് കടന്നു വരികയും ചെയ്തത്. തോമസ് കെ തോമസ് ദീർഘകാലമായി മന്ത്രിസ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിക്കുകയായിരുന്നു. 2.5 വർഷക്കാലം വീതം മന്ത്രിസ്ഥാനം വീതം വെക്കാമെന്ന ധാരണ പ്രഫുൽ പട്ടേലിൻ്റെ മധ്യസ്ഥതയിൽ ഉണ്ടായിരുന്നു എന്നാണ് തോമസ് കെ തോമസ് ചൂണ്ടിക്കാട്ടിയിരുന്നത്. എന്തായാലും തോമസ് കെ തോമസിൻ്റെ ഈ വാദം ഇപ്പോൾ ദേശീയ നേതൃത്വം അംഗീകരിച്ചിരിക്കുന്നു. തനിക്ക് അനുകൂലമാണ് തീരുമാനം, ചർച്ച പോസിറ്റീവാണ് എന്ന പ്രതികരണമാണ് തോമസ് കെ തോമസ് ഈ ഘട്ടത്തിൽ നൽകുന്നത്. തോമസ് കെ തോമസിന് ചർച്ച പോസിറ്റീവാണെന്ന് പറയുന്നു. അതേസമയം കെ ശശീന്ദ്രൻ തീരുമാനം കേന്ദ്ര നേതൃത്വത്തിന് വിട്ടു എന്നുള്ള നിലപാടാണ് അറിയിക്കുന്നത്. ഏതായാലും മന്ത്രി മാറിയേക്കുമെന്നുള്ള സൂചനകളാണ് നിലവിൽ ലഭിക്കുന്നത്.